Hello everyone, welcome back. So ഇത് റിയൽ നമ്പേഴ്സിൻ്റെ സെക്കൻഡ് ലെക്ചറാണ്. ഇപ്പോൾ കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ LCM എന്താണ്, HCF എന്താണ്, അതുപോലെ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ആ ഒരു തിയറം എന്താണെന്നും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് ലെക്ചറിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ യൂക്ലിഡ്സ് ഡിവിഷൻ യൂസ് ചെയ്തിട്ട് HCF കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ HCF എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു ഫസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് 32-12 ഈ രണ്ട് നമ്പേഴ്സാണ് നമുക്കുള്ളതെന്ന് വെച്ചോ. ഓക്കെ, 32-12. ഓക്കെ, അപ്പോൾ ഇത് HCF നിങ്ങൾക്ക് നോർമലി കാണാൻ അറിയാം. ലോങ് ഡിവിഷൻ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ലോങ് ഡിവിഷൻ അല്ല, ഇങ്ങനെ ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. ഓക്കെ, 32-12 നമുക്ക് രണ്ടിനെയും 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 4, 32 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 8, 12 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 3. ഓക്കെ, ഇനി കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഒന്നുമില്ല. 8ഉം 3ഉം ഇത് രണ്ടിനെ നമുക്ക് കോമൺ ആയിട്ട് ഒരു നമ്പറും വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിൽ വരുന്ന ഈ നമ്പറാണ് അതിൻ്റെ HCF എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ HCF എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അപ്പോൾ HCF ഈക്വൽ ടു 4. 32-12ൻ്റെ HCF എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുന്നതാണ്. ഈ 32 ഈക്വൽ ടു ഈ 12 ഇൻറ്റു സംതിങ്. ഓക്കെ, 12 ഇൻറ്റു ഒരു നമ്പർ എഴുതണം പ്ലസ് ഒരു റിമൈൻഡർ വരുന്ന നമ്പർ. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് നമ്മൾ 32 ഡിവൈഡഡ് ബൈ 12 ചെയ്ത് നോക്കാം. അപ്പോൾ 32 ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുമ്പോൾ 12 ഇൻറ്റു 1 12 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 24 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 36 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 12 ഇൻറ്റു 2 ആണ്. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു 12 24. അത് സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 8 വരും. ഓക്കെ, അപ്പം ഇത് പിന്നെ 12 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിവിടെ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ള നമ്പേഴ്സ് എന്തൊക്കെയാണ്? ഇവിടെ 12 ഇൻറ്റു 2 പ്ലസ് 8 ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ HCF കാണാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് നമ്പേഴ്സ്, ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഈ നമ്പറിനെയും അതുപോലെ ഈ റിമൈൻഡർ കിട്ടിയ നമ്പറില്ലേ, ഈ രണ്ട് നമ്പറിൻ്റെയും കൂടി ഇതുപോലെ തന്നെ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ യൂസ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ അതായത് 12 ഈക്വൽ ടു ഇവിടെ 8 ഇൻറ്റു സംതിങ് പ്ലസ് സംതിങ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമ്പേഴ്സ് ചെറുതാണ്, അപ്പോൾ നമുക്കൊന്നും കൂടി ഈസിയാണ്. ഇപ്പോൾ 8 ഇൻറ്റു 1 ആണ് വരുള്ളൂ, കാരണം 8 ഇൻറ്റു 2 ആയി കഴിഞ്ഞാൽ 16 ആയി പോകും. അപ്പോൾ 8 ഇൻറ്റു 1 റിമൈൻഡർ ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം 4 ആയിരിക്കും. ഓക്കെ, കാരണം 8 + 4 ആണ് 12 വരുന്നത്. അപ്പോൾ 8 ഇൻറ്റു 1 + 4 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും ഈ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ചെയ്യണം. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് കൺസിഡർ ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മൾ എഴുതും 8 ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ വരുന്നത് 4 ആണ്. അപ്പോൾ ഇനി 4 ഇൻറ്റു സംതിങ് പ്ലസ് സംതിങ്. ഓക്കെ, അപ്പോൾ 8 ഈക്വൽ ടു എന്താണ്? 4 ഇൻറ്റു 2 ആണ് അല്ലേ? 4 ഇൻറ്റു 2 ഈക്വൽ ടു 8 ആണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് റിമൈൻഡർ ഈക്വൽ ടു 0 ആയിരിക്കും. സോറി, അപ്പോൾ റിമൈൻഡർ ഈക്വൽ ടു 0 വന്നു. ഓക്കെ, ഇനി നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, കാരണം നമ്മൾ ഇനി വീണ്ടും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 0 ഇൻറ്റു സംതിങ് എന്ന് എഴുതണം, അതിൽ മീനിങ് ഇല്ല. അപ്പോൾ ഈ ഒരു റിമൈൻഡർ 0 എത്തിക്കഴിഞ്ഞാൽ, ഓക്കെ, റിമൈൻഡർ ഈക്വൽ ടു 0 എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ റിപ്പീറ്റ് ചെയ്ത് വന്നില്ലേ. ഇപ്പോൾ ഇത് ഒരു തവണ ചെയ്തു, 2 തവണ എഴുതി, 3 തവണ എഴുതി. ഓക്കെ, ഇങ്ങനെ ചെയ്ത് എപ്പോൾ റിമൈൻഡർ 0 ആവുന്നോ അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം ഈ ഇവിടെ എഴുതിയേക്കുന്ന നമ്പർ, ഓക്കെ, ഇവിടെ വരുന്ന നമ്പർ ആയിരിക്കും അതിൻ്റെ HCF എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തപ്പോഴും HCF ഈക്വൽ ടു 4 തന്നെയാണ്. ഇവിടെ ഇങ്ങനെ യൂക്ലിഡ്സ് ഡിവിഷൻ യൂസ് ചെയ്ത് ചെയ്താലും HCF ഈക്വൽ ടു 4 ആണ്. ഓക്കെ, അപ്പോൾ നാച്ചുറലി നിങ്ങൾക്കൊരു കാര്യം ചിന്തിക്കാം. ഈ ഫസ്റ്റ് മെത്തേഡ് കാണിച്ചു തന്നത്, അതായത് ഈ ഒരു
ഈ മെത്തേഡ്. ഓക്കെ, നമ്മൾ എന്ത് എളുപ്പമായിരുന്നു അല്ലേ, ജസ്റ്റ് 4 വെച്ച് ഡിവൈഡ് ചെയ്തു, അപ്പോൾ നമുക്ക് 2 ഫാക്ടേഴ്സ് കിട്ടി. വേറെ അതിനെ ഒന്നും വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല കോമൺ ആയിട്ട്. അപ്പോൾ ഇതാണ് HCF എന്ന് പറഞ്ഞത്. ഓക്കെ, ഇവിടെ എന്തിനാണ് ഇത്രയധികം പാടുപെട്ട് ചെയ്യുന്നത്? ഇതുപോലെ ഈ ഫസ്റ്റ് മെത്തേഡ് പോലെ ചെയ്താൽ പോരെ അല്ലേ? പക്ഷേ എന്താണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് വലിയ നമ്പേഴ്സൊക്കെ ആകുമ്പോൾ നമുക്ക് യൂക്ലിഡ്സ് ഡിവിഷൻ ആയിരിക്കും എളുപ്പം. ഓക്കെ, പിന്നെ അത് കൂടാതെ തന്നെ അതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്കൊരു കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കണമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ, 2 + 3, അപ്പോൾ കാൽക്കുലേറ്റർ 5 എന്ന് കാണിച്ചു തരും. അതുപോലെ നമ്മളൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം എഴുതുവാണ്, ഈ 32 12 ഇതിൻ്റെ HCF കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ആ 2 നമ്പറിനെയും വച്ച് ഡിവൈഡ് ചെയ്യുക, അതിനുശേഷം ഇങ്ങനെ കോമൺ ഫാക്ടർ കണ്ടുപിടിക്കുക. ഇങ്ങനെ കമ്പ്യൂട്ടറിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പാടാണ്. ഓക്കെ, പക്ഷെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഒരു കാര്യം അതേ രീതിയിൽ വീണ്ടും വീണ്ടും ചെയ്യാനാണെങ്കിൽ കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കത് പ്രോഗ്രാം ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുകൊണ്ട് ഇതിനെപ്പോഴും ഒരു പാറ്റേൺ ഇല്ലേ, ഈ ഇവിടെ കിടക്കുന്ന നമ്പർ ഇങ്ങോട്ട് വരും, ഇവിടെ കിടക്കുന്ന നമ്പർ ഇങ്ങോട്ട് വരും. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും എന്താ സംഭവിക്കുക, ഈ നമ്പർ ഈ പൊസിഷനിലുള്ള നമ്പർ ഇങ്ങോട്ട് വരും, ഈ പൊസിഷനിലുള്ള നമ്പർ ഇങ്ങോട്ട് വരും. അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോകും. എപ്പോൾ റിമൈൻഡർ 0 ആകുന്നോ അപ്പോൾ നമ്മൾ ഈ പൊസിഷനിൽ കിടക്കുന്ന നമ്പറിനെ HCF ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമൊക്കെ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു അൽഗോരിതത്തിനുള്ള പ്രസക്തി എന്ന് പറയുന്നത്. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ പേനയും പേപ്പറും ആണെന്നുണ്ടെങ്കിൽ HCF കണ്ടുപിടിക്കാൻ കൂടുതൽ എളുപ്പം ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് നോക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിളും കൂടി ചെയ്യാം, ഒന്നുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് 2 നമ്പർ കൺസിഡർ ചെയ്യാം, 150 120 എന്നുള്ള 2 നമ്പേഴ്സ്. ഓക്കെ, അത് 120 150. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ യൂക്ലിഡ്സ് ഡിവിഷൻ ചെയ്യണം. അതിനായിട്ട് ആദ്യം എപ്പോഴും വലിയ നമ്പർ എഴുതുക ഫസ്റ്റ് കേട്ടോ. 150 = 120 × 120 × 2 വന്നു കഴിഞ്ഞാൽ 240 ആയി പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് 120 × 1 ആണ് പറ്റുള്ളൂ. അപ്പോൾ 120 × 1 കഴിഞ്ഞാൽ ബാലൻസ് വരാൻ പോകുന്നത് 30 ആണ്. കാരണം 120 + 30 ചെയ്താലാണ് 150 എത്തുക. ഓക്കെ, അപ്പോൾ അത് നമ്മളവിടെ എഴുതി. ഇനി എന്താണ് ചെയ്യുന്നത്, ഈ 120 ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇനി ലെഫ്റ്റ് സൈഡിൽ 120 എന്ന് എഴുതും, = അത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമ്പർ ഏതായിരുന്നു, ഈ 30. ഓക്കെ, ഈ 30നെ നമ്മൾ ഈ പൊസിഷനിലേക്ക് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ഇവിടെ 30 × 4 ആണ് 120 വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമുക്കപ്പോൾ റിമൈൻഡർ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓൾറെഡി റിമൈൻഡർ 0ലേക്ക് എത്തി. ഇപ്പോൾ റിമൈൻഡർ 0-ലെത്തുമ്പോൾ എന്താണ്, നമുക്ക് ഈ പൊസിഷനിൽ കിടക്കുന്ന നമ്പർ ആയിരിക്കും HCF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 120യുടെയും 150യുടെയും HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും, 3030. ഓക്കെ, അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ റിമൈൻഡർ 0 ആവുന്ന വരെ ഇത് ചെയ്യണം. ഇതിപ്പോൾ 2 സ്റ്റെപ്പിൽ ചെയ്തു, 2 സ്റ്റെപ്പിൽ 0 ആയി. അപ്പോൾ നമുക്കതവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇൻ കേസ് 0 ആയിട്ടില്ലെങ്കിൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഒരു എക്സാമ്പിളും കൂടി ചെയ്ത് നോക്കാം. 135 225 ഈ 2 നമ്പേഴ്സിൻ്റെയും HCF കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും യൂക്ലിഡ്സ് ഇതിൽ ഡിവിഷൻ ഫോമിൽ എഴുതാം. അപ്പോൾ 225 എപ്പോഴും വലിയ നമ്പർ = 135 × സംതിങ് + സംതിങ് നമ്മൾ എഴുതണം. അപ്പോൾ 135 × 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, × 2 ചെയ്ത് കഴിഞ്ഞാൽ 10 7 2. ഓക്കെ, 270 ആയി പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പക്ഷേ 225 വരെയാണേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് 135 × 1 തന്നെയായിരിക്കും. അപ്പോൾ ബാലൻസ് എത്രയാണെന്ന് നോക്കാനായിട്ട് 225 - 135 ചെയ്ത് നോക്കാം. അപ്പോൾ 5 - 5 0, ഇവിടെ 12 ആകും, ഇത് 1 ആകും. 12 - 3 എന്ന് പറയുമ്പോൾ 90 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് 135 + 90 എന്ന് വരും. ഇനി എന്താ ചെയ്യുന്നത്, ഈ നമ്പർ ലെഫ്റ്റ് സൈഡിലേക്ക് വരും, അതുപോലെ ഈ 90 ഈ ഒരു പൊസിഷനിലേക്കും വരും. ഓക്കെ, അപ്പോൾ 135 = 90 × 2 എന്ന് പറഞ്ഞാൽ 180 ആണ്. 135ൻ്റെ മുകളിലായി പോയി. ഓക്കെ, അപ്പോൾ അത് കാരണം 90 × 1 ആണ് വരുള്ളൂ. പ്ലസ് അത് നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് ഉള്ളപ്പോൾ ഡിവൈഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യാൻ
ഇങ്ങനെ ചെയ്ത് പരിചയമുള്ളവരാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. ഡിവൈഡ് ബൈ 90 ചെയ്താൽ ഇവിടെ 1 എന്ന് വരും. അപ്പോൾ 90 അത് കഴിഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 13 മൈനസ് 9 എന്ന് പറയുമ്പോൾ 4 എന്ന് വരും. ഓക്കെ, അപ്പോൾ റിമൈൻഡർ 45 എന്ന് വരും. അപ്പോൾ ഇവിടെ ഈക്വൽ ടു 45. ഇനി നമ്മൾ വീണ്ടും അപ്പോൾ ഈ 90നെ ഇങ്ങോട്ട് വരുന്നു, ഈ 45 ഈ പൊസിഷനിലേക്ക് വരുന്നു. അപ്പോൾ 90 ഈക്വൽ ടു 45 ഇൻറ്റു 2 ആണ് 90. ഓക്കെ, അപ്പോൾ 45 ഇൻറ്റു 2 പ്ലസ് റിമൈൻഡർ ഇവിടെ 0 ആണ്. ഓക്കെ, 45 ഇൻറ്റു 2 90 ആണ് ഓൾറെഡി. അപ്പോൾ ഇവിടെ 0 വന്നു. അപ്പോൾ 0 വന്ന സ്ഥിതിക്ക് നമുക്ക് അൽഗോരിതം സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ 45 ആണ് നമ്പർ വന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും 135 225 അതിൻ്റെ HCF എന്ന് പറയുന്നത് 45 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് യൂക്ലിഡ്സ് ഡിവിഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് എളുപ്പമാണ്. ചിലപ്പോൾ അല്പം സമയം എടുത്തേക്കാം, ബട്ട് അതിൻ്റെ മെത്തേഡ് സ്ട്രൈറ്റ് ഫോർവേഡാണ്, ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി വീഡിയോ ഒന്നും കൂടി സ്റ്റാർട്ടിങ് മുതൽ കണ്ടു നോക്കാം, പ്രോബ്ലംസ് തന്നെ ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.